ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ മിത്ര ആര്യനുമായിട്ട് സംസാരിച്ചതിന് ശേഷം തുണി ഉണങ്ങിയതെടുക്കാനായിട്ട് പുറത്തേക്ക് പോവുക. ഈ സമയത്ത് ആര്യൻ ഇങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. പിന്നെ നമ്മുടെ മിത്രയാണെങ്കിൽ പുറത്ത് പോയപ്പോൾ രാത്രിയായി. തുണിയൊക്കെ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി വരുന്ന സമയത്താണ് ആ കള്ളുകുടിയൻ പൊട്ടിച്ചിട്ടിട്ട് പോയ കുപ്പിച്ചില്ലിൻ്റെ ബാക്കി അവിടെ കിടന്നതും മിത്രയുടെ കാലിൽ കുത്തി കയറുന്നതും. അയ്യോ എന്നും പറഞ്ഞ് കറിയപ്പോഴേക്കും ഓടി വന്നു നമ്മുടെ ആര്യൻ. ആര്യാന്ന് പറഞ്ഞ് വിളിച്ചാൽ കരയുന്നേ. അയ്യോ എൻ്റെ കാലിൽ കുപ്പിച്ചില്ല് കൊണ്ട് ആര്യാന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. അയ്യോ നോക്കട്ടെ എന്ന് പറഞ്ഞ ആര്യൻ. അപ്പോഴേക്കും അയ്യോ എനിക്ക് വേദനിക്കുന്ന ആര്യ പതുക്കെ എന്ന് പറഞ്ഞിങ്ങനെ മിത്ര പറയുമ്പോൾ ഞാനൊന്ന് നോക്കട്ടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ ആര്യനെ ഞാൻ ആ കുപ്പിച്ചിൽ ഊരി എടുക്കട്ടെ എന്ന് പറഞ്ഞു. അയ്യോ വേണ്ട ആര്യ വേണ്ട എന്ന് പറഞ്ഞു മിത്ര. കുഴപ്പമൊന്നുമില്ല, നീ അടങ്ങി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് കാലിലുണ്ടായിരുന്ന ആ കുപ്പിച്ചിൽ ഇങ്ങനെ പറിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മിത്രയ്ക്ക് നന്നായിട്ട് വേദനിച്ചു. പക്ഷെ ബ്ലഡ് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. അയ്യോ എനിക്ക് വേദനിക്കുവാണെന്ന് പറഞ്ഞ് മിത്ര പറയുമ്പോഴത്തേക്ക് നീ ടെൻഷൻ ആവണ്ടെന്നും പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ഒരു തോർത്തെടുത്ത് അത് വലിച്ച് മുറുക്കി അങ്ങ് കെട്ടി. അപ്പോൾ ഞാനില്ലേ, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ പേടിക്കണ്ട ഞാനില്ലേന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആരും പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ വണ്ടിയൊന്നും അവിടെ ഇല്ല, രാത്രി സമയമല്ലേ. ഞാൻ സ്കൂട്ടർ ഓടിക്കാം, നിനക്ക് എന്നെ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം ഞാൻ ഇരുന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വേഗം തന്നെ വാതിലൊക്കെ പൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പോഴേക്ക് എഴുതേക്കാൻ പറ്റാതെ നമ്മുടെ മിത്ര ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കുമ്പോൾ ആരും കോരിയെടുത്ത് വണ്ടിയിലേക്ക് അങ്ങ് ഇരുത്തുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു, കാഷ്വാലിറ്റിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് പേടിക്കാനൊന്നുമില്ല, ഇത് ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത പിന്നെ നേഴ്സിനെ വിളിച്ചിട്ട് അത് ക്ലീൻ ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ മിത്ര അയ്യോ വേണ്ട എനിക്ക് പറ്റത്തില്ലേ, എനിക്ക് ചെറിയ വേദന പോലും സഹിക്കാൻ പറ്റത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര അവിടെ കിടന്ന് കരയും. അപ്പോൾ ഡോക്ടർ ഇത് നേഴ്സിനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ നിങ്ങളിങ്ങനെ കരയുണ്ട, ഞാനിത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞു. നേഴ്സ് ഇത് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ വേദന സഹിക്കാൻ എനിക്ക് പറ്റില്ല ഹരിയ. അപ്പോഴേക്കും ഇവർ തുടയ്ക്കാനുള്ള എന്തോ എടുത്തു. അയ്യോ കത്രിക എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര കിടന്ന് കരച്ചിലും തുടങ്ങി. അപ്പോൾ സിസ്റ്റർ ക്ലീൻ ചെയ്തോളാൻ ആര്യം പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ മിത്ര ആര്യനെ വട്ടം അങ്ങ് കെട്ടി അങ്ങ് പിടിച്ചിട്ട് കണ്ണിറുക്കി പിടിച്ച് അവിടെ അങ്ങനെ ഇരിക്കുക. എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ അതെല്ലാം കഴിഞ്ഞ് മുറിവ് വലിച്ച് മുറുക്കി കെട്ടിക്കൊടുത്തവരെ. അപ്പോൾ കഴിഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ മിത്ര കഴിഞ്ഞൂന്ന്. അപ്പോഴും മിത്ര നമ്മുടെ ആര്യനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുക. നേഴ്സിന് ഇത് കണ്ടപ്പോൾ ചിരി വന്നു. മിത്ര ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞെന്നാ പറഞ്ഞേ. കഴിഞ്ഞോ എത്ര വേഗത്തിൽ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് സമയം ആയല്ലോ എന്ന് നേഴ്സ് പറഞ്ഞു. ആണോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മിത്ര ഇങ്ങനെ നോക്കുക, കാല് പൊക്കി. ഇനി നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. അയ്യോ ഇഞ്ചക്ഷനോ? എടുത്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ സിസ്റ്റർ അത് എടുത്തോളാൻ പറഞ്ഞു ആര്യൻ. അപ്പോൾ ഹരിയ വേണ്ടെന്ന് പറ ആര്യ, സൂചി എനിക്ക് പേടി, ഹരിയ വേണ്ടെന്ന് പറ ആര്യ, ഇഞ്ചക്ഷൻ എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞ് ഇത്ര ഇങ്ങനെ കിടന്ന് വെപ്രാളം കൂട്ടുന്നു. ഒന്ന് ചുമ്മാ ഇരിക്കാൻ പറഞ്ഞ ആര്യൻ. അപ്പോൾ കുത്തുമ്പോൾ പിടയ്ക്കരുത് കേട്ടോ, സൂചിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേഴ്സ് പറഞ്ഞു. പിന്നെ അതെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് അതും കഴിഞ്ഞു എന്ന് ചോദിച്ചു മിത്ര. കഴിഞ്ഞു, ഇതിന് കുറച്ച് സമയം പോരെ എന്നാ ചേച്ചി ചോദിക്കാം. വീൽ ചെയർ പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട സിസ്റ്ററെ, ഞങ്ങൾ നടന്നു പോയിക്കോളാമെന്ന് പറഞ്ഞു. ആര്യ എന്ന് പറഞ്ഞു മിത്ര ഇങ്ങനെ വിളിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ആര്യൻ മിത്ര ഇങ്ങനെ കോരിയെടുത്തു. ആശുപത്രിയിലുള്ള ആൾക്കാർ മുഴുവൻ ഇവരെ തന്നെ ഇങ്ങനെ നോക്കി അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നെ കാണിക്കുന്നത് മിഥുനെയാട്ടോ. മിഥുനും കൂട്ടുകാരും ഇങ്ങനെ നിന്ന് നമുക്ക് ഈ കാര്യത്തിൽ ഇടപെടേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ വേണ്ടാത്തത്? എടാ നമ്മളിപ്പോൾ അങ്ങോട്ട് ഇടിച്ച് കയറി ചെന്നാലേ എന്തെങ്കിലും സഹായം ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കേസൊന്നും അല്ല. അതുകൊണ്ട് നൈസായിട്ട് നമുക്കിത് അറിയാത്ത മട്ടിൽ അങ്ങ് നിൽക്കാം എന്ന് ഈ മിഥുൻ പറയുന്നു. അല്ല അലോഹ് നിൻ്റെ ഒരു സഹായം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലോ എന്ന് ചോദിച്ചപ്പം എനിക്ക് മറിച്ചാ തോന്നുന്നത്. അവർക്കിങ്ങനെ ഒരു കുരുക്ക് പറ്റിയത് നമ്മൾ അറിയാതിരിക്കാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നതെന്നും മിഥുൻ അന്നേരം പറഞ്ഞു. എന്തായാലും ഇതിൽ നിന്ന് അവർ തന്നെ ഊരിപ്പോരട്ടെ, എന്നിട്ട് മതി നമ്മുടെ ഭാഗത്തു നിന്നുള്ള അടുത്ത നീക്കം എന്നും മിഥുൻ ഇങ്ങനെ പറയുക. അങ്ങനെ അവരതവിടെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ അച്ഛനും മോനും കൂടി ഞാൻ പറയുന്നത് ഈ രാത്രി തന്നെ ആ വീട്ടിൽ നിന്ന് പോകണമെന്നുള്ളതാണെന്ന് അലോഹ് അച്യുതനോട് പറയുന്നു. ഇനി അവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, അത്രയ്ക്ക് ചതിയല്ലേ വലിയമ്മ നമ്മളോട് കാണിച്ചത് എന്ന് പറയുമ്പോൾ വരട്ടെ, നമ്മളല്ല അവിടുന്ന് പോവേണ്ടത്, അവരെ നമ്മൾ അവിടെ നിന്ന് മാറ്റണമെന്ന് അച്യുതൻ പറയുക. അതെ, അവരാ അവിടെ നിന്ന് മാറേണ്ടത്. പക്ഷേ അത് ഒറ്റ രാത്രി കൊണ്ടൊന്നും നടക്കില്ലടാ, ഘട്ടം ഘട്ടമായി പ്ലാൻ ചെയ്ത് വേണം നമ്മളത് നടപ്പിലാക്കാൻ. സത്യം പറഞ്ഞാൽ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കണമെന്നാണ് കരുതിയതെന്ന് അലോഹ് പറഞ്ഞപ്പോൾ എന്തായാലും 2 ദിവസം നമുക്ക് എന്നെങ്ങോട്ടേലും മാറി നിൽക്കണം. ഒരു അന്വേഷണം എന്തായാലും നമ്മളിലേക്ക് വരും. തൽക്കാലം നമ്മൾ അവിടെ നിന്ന് വിട്ടു നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് അച്ഛൻ മകനോട് പറയുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, മിഥുനെ വിളിക്കാം, അവൻ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരുമെന്നും അവൻ്റെ തമിഴ്നാട്ടിൽ കൊടൈക്കനാലിലൊക്കെ നല്ല പിടിപാടുണ്ടെന്നൊക്കെ പറയുവാണ് അലോഹ്. അപ്പോൾ 3-4 ദിവസത്തേക്ക് നമുക്ക് അങ്ങോട്ട് മാറാം എന്ന് പറഞ്ഞപ്പോൾ അത് ശരി, നമുക്ക് അങ്ങോട്ട് തന്നെ പോകാമെന്ന് ഇവർ പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് വിളിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മിഥുൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. ഹലോ അലോഹേ, മിഥുൻ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താ അലോഹേ? കമ്പനിയുടെ പാർട്ട്ണർഷിപ്പിനെ പറ്റി മിഥുൻ എന്നോട് ചോദിച്ചിരുന്നില്ലേ? അത് അനുകൂലമായി പരിഗണിക്കാൻ ഒരു ധാരണയായിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. ആണോ? അയ്യോ താങ്ക് യു അലോക്, താങ്ക് യു സോ മച്ച്. അയ്യോ
പിന്നെ കുറച്ചുകൂടി ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. എന്തായാലും നമുക്ക് നേരിട്ടൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അതിനൊക്കെ എന്താ കുഴപ്പം, ഓക്കെ എന്ന് പറഞ്ഞു. ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് ഇവൻ നിന്നവൻ സ്വപ്നം കണ്ടത് സഫലമായതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുക മിഥുൻ. അത് കഴിഞ്ഞു ആര്യയും മിത്രയും വീട്ടിലോട്ട് വന്ന് ഓട്ടോയും വിളിച്ചു. മിത്രയെ ഓരിയെടുത്തുകൊണ്ടാണ് എല്ലായിടത്തും കൊണ്ടുപോകുന്നതും എല്ലാം ചെയ്യിക്കുന്നതും ഒക്കെ. ഇവിടെ ഇരുന്നാൽ മതി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ ആര്യൻ. കുറച്ച് ദിവസത്തേക്ക് നീ കോളേജിലൊന്നും പോകണ്ട, ഞാൻ അവധി എടുത്തോളാം എന്ന് പറഞ്ഞു. അയ്യോ, എനിക്ക് അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല ആര്യ, നിനക്കേ പ്രശ്നമൊന്നുമില്ല, പക്ഷേ എനിക്കത് പ്രശ്നമാണെന്ന് ആര്യൻ. ഇനിയല്ല ഇൻഫെക്ഷൻ അടിച്ച് കാല് സെപ്റ്റിക് വല്ലതും ആയാലേ ആശുപത്രിയിൽ കയറി ഇറങ്ങി കാശ് എത്ര പോകുമെന്നാ, എനിക്കൊരു ചെറിയ ജോലി ഉള്ളൂ എന്ന് പറഞ്ഞു. ഓ, അപ്പം കാശ് ചിലവാകുമെന്ന് വെച്ചിട്ടാണോ എന്നെ ഇങ്ങനെയൊക്കെ കെയർ ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോൾ നിനക്കത് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞു ആര്യൻ. എങ്കിൽ ഞാൻ എടുക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ആര്യൻ എന്നെ കെയർ ചെയ്യുന്നത് എന്നുള്ളതാ, എന്താ പോരേന്ന് ചോദിച്ചു. അപ്പോൾ ആര്യൻ ഇങ്ങനെ ചിരിച്ചപ്പോൾ എന്തായാലും ചിരിക്കണേന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞു. എന്നാലേ ആര്യൻ എന്നോട് സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ ആ സംസാരമൊന്നും ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു ആര്യൻ അന്നേരം മിത്രയോട്. ആര്യ, ഇന്ന് ആശുപത്രി മരുന്ന് വെച്ചപ്പോൾ ഞാൻ ആര്യനെ കെട്ടിപ്പിടിച്ചു. ആ സമയത്ത് ഞാൻ വേദന അറിഞ്ഞതേ ഇല്ല ആര്യ, സത്യമായിട്ട്. അതറിയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? കാല് മരവിച്ചുകൊണ്ടായിരിക്കുമെന്ന് ആര്യൻ പറയുമ്പോൾ അല്ല, ആര്യൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ഏതായാലും ഞാൻ അവിടെ വെച്ച് നിന്നെ നാണം കിടത്തേണ്ടെന്ന് കരുതി ഞാൻ നിന്നെ തട്ടി മാറ്റാതിരുന്നതെന്ന് ആര്യം പറഞ്ഞു. ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മതിയെന്ന് പറഞ്ഞു. അത് പിന്നെ ആര്യൻ ഞാൻ നിന്നോടല്ലേ മതിയെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ആര്യൻ അന്നേരത്തേക്കും ഇങ്ങനെ ദേഷ്യപ്പെടുക. അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കുപ്പിച്ചില്ല് കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി അതെൻ്റെ കടമയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ, അത് അത്ര ഉള്ളൂ എന്ന് പറഞ്ഞ് തീരുമ്പോൾ ഭാര്യയ്ക്ക് സ്നേഹം നൽകുക എന്നുള്ളതും അത് ഭർത്താവിൻ്റെ കടമ തന്നെ ആര്യ. നിനക്ക് രാത്രിയിൽ ആഹാരം എന്താ വേണ്ടേ എന്ന് ആര്യൻ അന്നേരം ചോദിച്ചു, വിഷയം മാറ്റാൻ വേണ്ടി. ആ സമയത്ത് ആര്യ എന്നെ ചെറുതായിരുന്നു പിടിച്ചാൽ മതി, ആഹാരമൊക്കെ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു മിത്ര. അപ്പം നീ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ദോശ പറ്റുന്നെങ്കിലും മതിയെന്ന് ചോദിച്ചപ്പോൾ ആ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആര്യൻ അടുക്കളയിലേക്ക് പോകുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലനെ ആട്ടോ. ബാലൻ ഇങ്ങനെ വീട്ടിൽ അപ്പോൾ ഇരിക്കുന്നു. അപ്പോഴേക്കും സാറിൻ്റെ കോള് വന്നു, ഉദയഭാനു സാറിൻ്റെ കോള് വന്നതും ബാല എന്ന് പറഞ്ഞു വിളിച്ചു. ബാലൻ്റെ മകൻ ആനന്ദും എൻ്റെ മകൾ ദേവിയും തമ്മിൽ കാണുന്ന ചടങ്ങ്, അതായത് പെണ്ണ് കാണൽ ചടങ്ങ്, നമുക്ക് തിങ്കളാഴ്ച ആക്കിയാലോ, മറ്റന്നാൾ. അപ്പോൾ അത് കേട്ടപ്പോൾ ആയിക്കോട്ടെ സാർ, കുഴപ്പമൊന്നുമില്ല, സാറിൻ്റെ സൗകര്യം എന്താണോ അത് മതി, എന്നാണെങ്കിലും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു. അയ്യോ അതല്ല, ബാലൻ്റെ സൗകര്യമാണ് പ്രധാനം എന്നാ സാറ് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എങ്കിലും തിങ്കളാഴ്ച തന്നെ ആയിക്കോട്ടെ, ഓക്കെയാണ് സാർ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ദേവീ കോവിലിൽ വെച്ച് തന്നെ ഈ പെണ്ണ് കാണൽ ചടങ്ങ് അങ്ങ് നടത്തിയാലോ, അതൊരു ഐശ്വര്യമുള്ള സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ എന്നും അദ്ദേഹം പറഞ്ഞപ്പം അത് നല്ല ആശയമാണ് സാർ, അത് മാത്രം മതിയെന്ന് പറഞ്ഞു. പിന്നെ ഇവർ തമ്മിൽ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അതിനുശേഷം സമയവും കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഗോമതിയോടും ബാക്കിയുള്ളവരോടും സാറ് വിളിച്ചതും അതുപോലെ പെണ്ണ് കാണൽ ചടങ്ങിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ അവർക്കെല്ലാവർക്കും ഇത് കേട്ട് ഹാപ്പി ആയിട്ടോ. അപ്പോൾ അത് തന്നെ ഒരു ഐശ്വര്യമായ കാര്യമല്ലേ ഗോമതി എന്നും ചോദിച്ചു. ഞാനും ഗോമതിയും ഉദയഭാനും ശ്രീകളെയും ആദ്യമായി കണ്ടത് ആ അമ്പലത്തിൽ വെച്ചാണെന്നുള്ള കാര്യം പറയുക ബാലൻ. എന്താ കൊണ്ടും ദൈവാനുഗ്രഹമുള്ള ഒരു ആലോചന ഇതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഈ അമ്പലത്തിൽ വെച്ച് പെണ്ണ് കാണലെന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാന്ന് ചോദിച്ചു നമ്മുടെ ധർമ്മൻ. അത് പിന്നെ പെണ്ണ് അമ്പലത്തിൽ ചായയും ബിസ്ക്കറ്റും ഒന്നും കൊണ്ടുവരുമെന്നല്ല എൻ്റെ പൊന്നടാ പറഞ്ഞത്. എടാ, നമ്മൾ 2 കുടുംബക്കാർ അവിടെ പൂജ കഴിക്കുന്നു, അവിടെ തന്നെ വധുവും വരനും തമ്മിൽ കാണുന്നു, പരിചയപ്പെടുന്നു. അപ്പോൾ അതിനെന്താ ഇത്ര കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ അത് മതി, ഹാപ്പിയായി എല്ലാവരും വളരെ സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുക. എന്തായാലും ഈ ഒരു രീതി എനിക്ക് വലിയ ഇഷ്ടമായെന്ന് നമ്മുടെ ഗോമതി അന്നേരം പറഞ്ഞു. അമ്പലത്തിൽ വെച്ച് തമ്മിൽ കാണുക കൊള്ളാമല്ലേ ബാലേട്ടാ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗോമതി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഐശ്വര്യമായി വരുന്നത് എന്തുകൊണ്ടാ? ഞാൻ മുന്നിട്ട് ഇറങ്ങിയത് കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ പറയാം. വീട്ടുകാരാലോചിച്ച് നടത്തുമ്പോൾ കാര്യങ്ങൾ എല്ലാ രീതിയിലും പൊരുത്തത്തിലായിരിക്കും നടക്കുന്നതെന്ന് പറഞ്ഞു. ഗുരുത്വം കൂടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവർ രണ്ടുപേരും ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അതായത് ആകാശും അതുപോലെ തന്നെ നമ്മുടെ മീനു. അല്ലാതെ ബസ് സ്റ്റാൻഡിൽ ഒളിച്ചു നിന്നും സിനിമാ തിയേറ്ററിൽ മറഞ്ഞു നിന്നും അല്ല, കുടുംബക്കാരുടെ പെണ്ണ് കാണൽ ചടങ്ങെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുക. അപ്പോഴേക്കും ഇവർക്കത് വല്ലാത്ത ഇൻസൾട്ടായി. ആനന്ദിന് ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് അവനെല്ലാം എനിക്ക് വിട്ടു തന്നത്. അപ്പോഴേക്കും ആനന്ദ് അങ്ങോട്ടേക്ക് വന്നു. ആനന്ദ് വന്നപ്പോൾ എടാ കല്യാണക്കാര്യത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ അച്ഛാ, അത് നീ ഇനിയൊന്നും പറയണ്ട, നമ്മളത് നേരത്തെ തന്നെ ഈ കാര്യമൊക്കെ സംസാരിച്ചല്ലേ എന്ന് ചോദിച്ചു. പിന്നെ നമ്മൾ തിങ്കളാഴ്ച പെണ്ണ് കാണൽ ചടങ്ങിന് പോകും, ഇത് എൻ്റെ തീരുമാനമാണെന്ന് ബാലൻ തറപ്പിച്ച് പറയാം. അപ്പം ശരി അച്ഛാ, തിങ്കളാഴ്ച നമുക്ക് പോകാം എന്ന് ആനന്ദും പറഞ്ഞു. കണ്ടോ,
ഇതാണ് മക്കൾ. അച്ഛൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ അനുസരിക്കുന്നവനാണ് യഥാർത്ഥ മകനെന്നും പറഞ്ഞുകൊണ്ട് ആനന്ദിനെ ഇങ്ങനെ പുകഴ്ത്തി പിടിക്കാം. അപ്പം അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് അവരവിടെ തീരുമാനങ്ങളൊക്കെ എടുത്ത് ബാലനാണ് മുന്നിട്ട് നിൽക്കുന്നത്, ഏറ്റവും മികച്ച ആള് എന്നൊക്കെയുള്ള രീതിയിൽ ബാലൻ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ മിത്രയ്ക്ക് വേണ്ടിയിട്ട് ആര്യൻ അവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ദോശ ഇത്രയും പരത്തണോ, ഇങ്ങനെയാണോ, എന്തേലും ആട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആരും നിന്ന് ഉണ്ടാക്കലോ ആദ്യത്തെ ഉണ്ടാക്കിയത് ചീറ്റിപ്പോയി. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഉണ്ടാക്കാനായിട്ട് നോക്കുന്നു. വായിൽ വെച്ച് നോക്കിയപ്പോൾ വായി വെക്കാൻ കൊള്ളത്തുമില്ല. എന്തേലും ആട്ടെ എന്ന് ഓർത്തുകൊണ്ട് ആര്യൻ ഇങ്ങനെ കൊണ്ടുപോവാം മിത്രയുടെ അടുത്തേക്ക്. അങ്ങനെ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആര്യ എന്താണെന്ന് ചോദിച്ചു. അതെ, ദോശ ഒന്ന് എടുത്ത് തരാവോ എന്ന് വെച്ചാൽ നീ എന്താ ഉദ്ദേശിച്ചേ? അല്ല, ദോശ എടുത്ത് എൻ്റെ വായിലേക്ക് വെച്ച് തരാവോ എന്ന്. അല്ല, കൈക്കാണോ പ്രശ്നം, നിൻ്റെ കാലിനാണോ പ്രശ്നം? കയ്യിൽ ഇഞ്ചക്ഷൻ എടുത്തില്ല ആര്യ, അത് മുതൽ എനിക്കൊരു വേദന ആര്യ എന്ന് പറയുമ്പം വെറുതെ നാടകം എൻ്റെ അടുത്ത് കളിക്കരുതെന്ന് പറഞ്ഞു. അയ്യോ അല്ല ആര്യ, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ്, ഉണയൊന്നും അല്ല, എൻ്റെ കൈ വയ്യാത്തത് കൊണ്ടല്ലേ ആര്യ, ഒന്ന് എടുത്തത് ആര്യ എന്നും പറഞ്ഞ് ഇങ്ങനെ. അല്ല, ആര്യനിന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ എന്ന് പറയുകയും ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ ആര്യൻ ഇങ്ങനെ നിന്ന് ആലോചിക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, എൻ്റെ കൈക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലേ അതിന് ചിലവാകും കേട്ടോ കുറേ കാശ്. എൻ്റെ പൊന്നെ വേണ്ട, ഞാൻ എടുത്ത് തരാവേ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ഇങ്ങനെ നിന്നിട്ട് മിത്രയ്ക്ക് വാരി കൊടുക്കുക. അങ്ങനെ മിത്ര ആര്യൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണമൊക്കെ മേടിച്ച് കഴിച്ച് ഇങ്ങനെ ആര്യനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതുണ്ടാക്കി കൊടുത്തപ്പോൾ ഗംഭീരം, ഇത്രയും ടേസ്റ്റുള്ള ദോശ ഞാൻ എവിടെയും കഴിച്ചിട്ടില്ല എന്ന് നമ്മുടെ മിത്ര പറയുമ്പോൾ അത് നീ വെറുതെ പറയുന്നല്ലേ എന്ന് ചോദിച്ചു ആര്യൻ. അല്ല, സത്യമായിട്ടും നേര് പറഞ്ഞതാ ഞാൻ. അത് കുറച്ച് കഴിച്ചപ്പോൾ മതിയെന്ന് പറഞ്ഞിട്ടും ആര്യൻ ഇങ്ങനെ കുത്തി കഴിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതിനുശേഷം ഈ ഭക്ഷണം എടുത്ത് പുറത്തേക്ക് വന്നു ബാക്കി ഭക്ഷണമായിട്ട്. ഇത് വായി വെക്കാൻ കൊള്ളത്തില്ലല്ലോ, പിന്നെ എങ്ങനെ ഇവൾക്കിത് ഇഷ്ടപ്പെട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ഇങ്ങനെ അവിടെ നിൽക്കുക. എന്തായാലും ആട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ഇങ്ങനെ പോയി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആനന്ദ് നമ്മുടെ ആകാശിനെയും മീനാക്ഷിയെയും വിളിച്ച് നിർത്തി സംസാരിക്കുക. മീനാക്ഷി, നിങ്ങൾ ഇന്ന് അച്ഛനോട് പറയാം, എനിക്ക് വിവാഹത്തിന് താല്പര്യം, ദൈവം ഇതെന്ന് അറിയിക്കുക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്ന ആനന്ദേട്ട്, ആ കൊച്ചിനെ ചെന്നൊന്ന് കണ്ടാൽ പോരെ, ഞങ്ങളൊക്കെ ഇല്ലേ, അച്ഛൻ അവർക്ക് വാക്ക് കൊടുത്തതല്ലേ കുട്ടിയെ കാണാമെന്ന്. അപ്പോൾ എടാ, നീ കണ്ടിട്ട് നിനക്ക് അഥവാ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടാകും, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു ധർമ്മൻ. അതെ, ഇഷ്ടപ്പെടാതെ ഒരു വിവാഹത്തിന് ആനന്ദേട്ട സമ്മതിക്കണ്ട, അപ്പോൾ കാര്യം തീർന്നില്ലേ എന്ന് ചോദിച്ചു ആകാശ്. എന്നാൽ അച്ഛൻ എന്തിനാണ് എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം അതെ, അത് നിൻ്റെ അച്ഛനോട് തന്നെ നീ ചെന്ന് ചോദിക്കാൻ പറഞ്ഞു ധർമ്മൻ. അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ലാണ്ടായി പോയില്ലേ. ഇപ്പോഴാ ഇവിടെ ആര്യൻ വേണ്ടതെന്ന് മീനു അന്നേരം പറഞ്ഞു. ആര്യനെ ആനന്ദേട്ടന് വേണ്ടി ഡയറക്റ്റായിട്ട് ഇതിൽ ഇടപെടുമായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ചെന്ന് വിളിച്ചുകൊണ്ട് വന്നാലോ നമുക്കൊന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ ഒന്ന് മിണ്ടാതിരിക്കേ. അച്ഛൻ പറയുന്ന ദിവസം നമ്മൾ കുട്ടിയെ കാണാൻ ആനന്ദേട്ടനെ കൂട്ടി പോകുന്നു, ഇനി മറുത്തൊന്നുമില്ല എന്ന് ആകാശ് പറഞ്ഞു. ഇവരിങ്ങനെ സംസാരിക്കുമ്പം അതെ, ഇനി കൂടുതലൊന്നും സംസാരിക്കാനല്ലെന്ന് മീനു പറഞ്ഞു. നീ വന്നേ, ഒന്ന് കിടക്കാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ കിടക്കാനായിട്ട് പോയി. ഈ സമയത്ത് നമ്മുടെ ആര്യൻ അവിടെ പായൊക്കെ വിരിച്ച് കിടക്കുന്നു. മിത്രയാണെങ്കിലും മുറിയിൽ. ഈ സമയത്ത് ഹോളിൽ കിടക്കുന്ന നമ്മുടെ ആര്യൻ, ഇനി രാത്രിയിൽ മിത്രയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ, വാഷ്റൂമിലോ മറ്റോ പോകണമെങ്കിലോ ബുദ്ധിമുട്ടാവുമല്ലോ, അപ്പം ഞാനിവിടെ കിടന്നാൽ എങ്ങനെയാണ് എന്നോർത്ത് നമ്മുടെ ആര്യൻ എഴുന്നേറ്റ് മിത്രയുടെ അടുത്തേക്ക് പോകാൻ നോക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാൻ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സോ യു ക്യാൻ ടേക്ക് കെയർ. ബൈ ബൈ, ടാറ്റാ.